എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് ക്യാരറ്റ് വെച്ചിട്ട് വളരെ സിമ്പിളായിട്ടുള്ള ഒരു വാനില സ്പോഞ്ച് കേക്കാണ് കേട്ടോ. എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന നല്ലൊരു മെത്തേഡിലാണ് നമ്മളിത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. കാരണം നമ്മളിത് ചെയ്തെടുക്കുന്നത് ഓവനോ ബീറ്ററോ ഒന്നും ഉപയോഗിക്കാതെ വളരെ സിമ്പിളായിട്ടുള്ള മെത്തേഡിലാണ്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക. പിന്നെ ഈ ഒരു കേക്കിൻ്റെ റെസിപ്പി കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്തേക്കാൻ മറന്നു പോകരുത്. അതുപോലെ നിങ്ങൾ ഈ ഒരു ചാനലിൻ്റെ വീഡിയോസൊക്കെ ആദ്യമായിട്ട് ആരെങ്കിലും കാണുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റൈറ്റ് സൈഡിൽ ഇതുപോലുള്ളൊരു കുഞ്ഞു സബ്സ്ക്രിപ്ഷൻ ബട്ടൺ ഉണ്ടാവും. അതിൽ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുന്ന സമയത്ത് തൊട്ടടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കൺ വരും കേട്ടോ. അതിലും ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് ഓളിന് തന്നെ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് മിസ് ചെയ്യാതെ വരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വേഗം തന്നെ ഈ ഒരു ക്യാരറ്റ് വെച്ചിട്ടുള്ള വാനില സ്പോഞ്ച് കേക്ക് നമ്മൾ വളരെ എളുപ്പത്തിൽ വീട്ടിലെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഇത് ഈ ഒരു ക്യാരറ്റ് കേക്ക് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലുള്ളൊരു 3 കുഞ്ഞു ക്യാരറ്റാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. ആ ഒരു ക്യാരറ്റിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് നന്നായിട്ടൊന്ന് കഴുകി നല്ല നീറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു ക്യാരറ്റ് നമുക്ക് നന്നായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതുപോലുള്ളൊരു ഗ്രേറ്റർ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ഇതുപോലുള്ളൊരു ഗ്രേറ്റർ ഇല്ലാന്നുണ്ടെങ്കിൽ വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ മിക്സിയുടെ ജാറിലിട്ട് ഇത് ചെറിയ ചെറിയ പീസായിട്ട് ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക. ഒരുപാട് അങ്ങോട്ട് അരഞ്ഞു പോകരുത് കേട്ടോ. ചെറിയ ചെറിയ പീസായിട്ട് നമുക്ക് ഈ ഒരു കേക്ക് കഴിക്കുന്ന സമയത്ത് കടിക്കാൻ വേണ്ടിയിട്ട് കിട്ടണം. ആ ഒരു രീതിയിൽ ജസ്റ്റ് ഒന്ന് വിപ്പ് ചെയ്തെടുത്താൽ മാത്രം മതി. നമ്മൾ കത്തി വെച്ചിട്ട് കട്ട് ചെയ്തതിനേക്കാളും കുറച്ചും കൂടി നല്ലതായിട്ട് എനിക്ക് തോന്നുന്നത് മിക്സി വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്താൽ മതി കേട്ടോ. അതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് ഉണ്ടാവുക. അപ്പോൾ ഗ്രേറ്റർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഗ്രേറ്റർ വെച്ചിട്ട് തന്നെ ചെയ്യാം. അപ്പോൾ ഇത് ഈ 3 ക്യാരറ്റും ഇതുപോലെ നമുക്ക് നന്നായിട്ട് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ആ ഒരു 3 ക്യാരറ്റും ഈ ഒരു രീതിയിൽ ഞാനൊന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് അങ്ങോട്ട് മാറ്റി വയ്ക്കാം. ഇനി ഇതുപോലുള്ളൊരു ഗ്ലാസ്സിലാണ് നമ്മൾ കേക്കിന് വേണ്ടിയിട്ടുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും ഒന്ന് അളന്നെടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ഇത് ഇങ്ങനെയുള്ളൊരു ഗ്ലാസ്സിൽ കറക്റ്റ് 1.25 ഗ്ലാസോളം വരുന്ന മൈദയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി ഈ ഒരു മൈദ നമുക്ക് അരിപ്പയിൽ കൂടി ഒരു പാത്രത്തിലോട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് ഒരു 1/2 ടീസ്പൂണോളം വരുന്ന ബേക്കിംഗ് പൗഡർ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ ഒരു 1/4 ടീസ്പൂണോളം വരുന്ന ബേക്കിംഗ് സോഡയും കൂടി നമുക്ക് ഇതിലോട്ട് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ ഈ ഒരു കേക്കിന്റെ മധുരം എപ്പോഴും ഒന്ന് ബാലൻസ് ആയി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു നുള്ളുപ്പും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതെല്ലാം കൂടി ഒരു 3 തവണ നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. നമ്മളിങ്ങനെ അരിച്ചെടുക്കുന്ന സമയത്ത് നമ്മൾ ചേർത്ത് കൊടുത്ത ഒരു ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ, മൈദയൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ആവുകയും ചെയ്യും. നമ്മുടെ കേക്ക് നന്നായിട്ട് അങ്ങോട്ട് സോഫ്റ്റ് ആയിട്ട് പൊങ്ങി വരികയും ചെയ്യും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കറക്റ്റ് ഒരു 3 തവണ നന്നായിട്ട് ഇതൊന്ന് അരിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ 3 തവണ അരിച്ചെടുത്തിട്ടുള്ള ഈ ഒരു പൊടി ഇതുപോലുള്ള ഒരു വിസ്കോ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള സാധാരണ ഒരു സ്പൂണോ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി ഇത് നമുക്ക് അങ്ങോട്ട് മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ മൈദ എടുത്ത് വെച്ചിട്ടുള്ള അതേ ഒരു സെയിം ഗ്ലാസ്സിൽ തന്നെ ഒരു 3/4 ഗ്ലാസോളം വരുന്ന പഞ്ചസാര ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു പഞ്ചസാര നമുക്ക് മിക്സിയുടെ ജാറിലിട്ടിട്ട് ആദ്യം നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ നന്നായിട്ട് ക്ലീൻ ആയിട്ടുള്ള ഒരു മിക്സിയുടെ ജാറിലോട്ട് പഞ്ചസാര മുഴുവനായിട്ട് ഞാൻ ചേർത്ത് കൊടുത്തിട്ട് ഇതാദ്യം നന്നായിട്ട് നല്ല ഫൈൻ പൗഡറായിട്ടൊന്ന് പൊടിച്ചെടുക്കുകയാണ്. അപ്പോൾ പൊടിച്ച പഞ്ചസാരയിലോട്ട് ഇനി നമ്മൾ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് 2 കോഴിമുട്ടയാണ് കേട്ടോ. അപ്പോൾ കോഴിമുട്ട ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുക, ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുള്ള ഡയറക്റ്റ് ആയിട്ടുള്ള മുട്ട ഉപയോഗിക്കരുത്. അതെപ്പോഴും റൂം ടെമ്പറേച്ചറിലോട്ട് മാറ്റിയിട്ട് വേണം ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ 2 കോഴിമുട്ട ഞാൻ ഇതിലോട്ട് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുകയാണ്. ഇനി നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് നമ്മൾ ചേർത്ത് കൊടുത്ത ആ ഒരു കോഴിമുട്ടയുടെ മണം കറക്റ്റായിട്ടൊന്ന് ബാലൻസ് ആക്കി കിട്ടാൻ വേണ്ടിയിട്ട് 1 ടീസ്പൂണോളം വരുന്ന വാനില എസൻസ് ആണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ അടിച്ചെടുക്കുന്ന സമയത്ത് നന്നായിട്ടൊന്ന് ബീറ്റ് ആയിക്കോട്ടെ കേട്ടോ. ആ ഒരു മുട്ടയും പഞ്ചസാരയും നമ്മുടെ വാനില എസൻസും കൂടി നന്നായിട്ടൊന്ന് പതഞ്ഞ് വരണം. അപ്പോൾ ആ ഒരു രീതിയിൽ എത്തുന്നവരെ നന്നായിട്ട് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കാം. അപ്പോൾ നന്നായിട്ട് ഇതൊന്ന് അടിച്ചെടുത്തതിന് ശേഷം പിന്നെ നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഒരു 1/4 ഗ്ലാസോളം വരുന്ന വെജിറ്റബിൾ ഓയിലാണ് കേട്ടോ. അപ്പോൾ ഫ്ലേവർ ഇല്ലാത്ത ഏത് ഓയിൽ വേണമെങ്കിലും ഉപയോഗിക്കാം. ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് സൺഫ്ലവർ ഓയിലാണ്. അപ്പോൾ ഒരു 1/4 ഗ്ലാസോളം കൂടി ഞാൻ ഇതിലോട്ട് അങ്ങോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഓയിൽ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് ഒരുപാട് സമയമായിട്ട് അങ്ങോട്ട് ബ്ലെൻഡ് ചെയ്യേണ്ട, ജസ്റ്റ് ഒരു തവണ ഒന്ന് വിപ്പ് ചെയ്തെടുത്താൽ മാത്രം മതി. അപ്പോൾ അടിച്ചെടുത്തിട്ടുള്ള ഈ ഒരു മിക്സ് ഇനി കംപ്ലീറ്റ് ആയിട്ട് ഇതുപോലുള്ളൊരു പാത്രത്തിലോട്ട് നമുക്ക് അങ്ങോട്ട് മാറ്റി കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ അരിച്ച് മാറ്റി വെച്ചിട്ടുള്ള പൊടി കുറച്ചായിട്ട് നമുക്ക് ഈ ഒരു മിക്സിലോട്ട് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുക, എല്ലാം കൂടി അങ്ങോട്ട് ഒരുമിച്ചിട്ട് നമ്മൾ സാധാരണ മാവൊക്കെ മിക്സ് ചെയ്യുന്ന പോലെ ഒരുപാട് ബലം കൊടുത്തിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്യേണ്ട. പതുക്കെ ഇതുപോലുള്ളൊരു സ്പാച്ചിലോ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ സാധാരണ ഒരു സ്പൂണോ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പതുക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഒരുപാട് ബലം കൊടുത്തിട്ട് നമ്മളങ്ങ് മിക്സ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ കേക്ക് അങ്ങ് ഹാർഡാവും. അതേപോലെ ബേക്ക് ആയി കഴിഞ്ഞാൽ മുകൾ വശം അങ്ങ് പൊട്ടിപ്പോവും. അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് പതുക്കെ ഇത് ഈ ഒരു രീതിയിൽ ജസ്റ്റ് ഒരു സൈഡിലേക്ക് മാത്രം ഒന്ന് ഫോൾഡ് ചെയ്ത് എടുക്കുക.
ഇനി നമ്മൾ ഈ ഒരു കേക്കിൻ്റെ ബാറ്റർ മിക്സ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ബാറ്റർ ഒരുപാട് അങ്ങോട്ട് ടൈറ്റ് ആവുകയാണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചായിട്ട് ഇളം ചൂടുള്ള പാലൊഴിച്ചിട്ട് ഈ ഒരു ബാറ്റർ ഒന്ന് ലൂസാക്കി എടുക്കുക കേട്ടോ. അതേപോലെ നമ്മൾ പാലൊഴിച്ചതിന് ശേഷം ചിലപ്പോൾ നമ്മുടെ മാവ് ഒരുപാട് അങ്ങോട്ട് ലൂസ് ആവുകയാണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ കറക്റ്റ് ഒരു ടേബിൾ സ്പൂണോളം മൈദ അരിപ്പയിൽ കൂടി അരിച്ചെടുത്തിട്ട് ഈ ഒരു ബാറ്ററിലോട്ട് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. ഒരുപാട് അങ്ങോട്ട് ലൂസായി പോയാലും പ്രശ്നമാണ്, അതുപോലെ ഒരുപാട് അങ്ങോട്ട് ടൈറ്റ് ആയി പോയാലും പ്രശ്നമാണ്. കേക്കിൻ്റെ ബാറ്റർ എപ്പോഴും നമുക്ക് കറക്റ്റ് ആ ഒരു രീതിയിൽ കിട്ടണം കേട്ടോ, എങ്കിൽ നമ്മുടെ കേക്ക് അങ്ങോട്ട് സോഫ്റ്റായിട്ടും പൊങ്ങിയൊക്കെ വരുള്ളൂ. അപ്പോൾ ഇത് ഈ ഒരു രീതിയിൽ ഒന്ന് ചെയ്തെടുക്കാം. ഇനി നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ചെറുനാരങ്ങയുടെ തൊലിയാണ് കേട്ടോ. അത് ഏകദേശം ഒരു 1/4 ടീസ്പൂണോളം നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. അത് നമ്മുടെ കേക്കിന് നല്ലൊരു ഫ്ലേവറും തരും. കൂടാതെ നമ്മൾ ചേർത്ത് കൊടുത്ത ആ ഒരു മുട്ടയുടെ മണം ഒന്ന് ബാലൻസായി കിട്ടാൻ വേണ്ടിയിട്ടും സഹായിക്കും. അപ്പോൾ ഒരു കറക്റ്റ് 1/4 ടീസ്പൂണോളം ഞാൻ ഇതിലോട്ട് അങ്ങോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ക്യാരറ്റും കൂടി നമുക്ക് ഇതിലോട്ട് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലുള്ളൊരു പാത്രത്തിലാണ് നമ്മൾ കേക്ക് ബേക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു പാത്രം ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, റൗണ്ട് ഷേപ്പിലുള്ള പാത്രം എടുത്താലും മതി കേട്ടോ. ആ ഒരു കേക്കിന് കറക്റ്റ് റെക്റ്റാങ്കിൾ ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലുള്ളൊരു പാത്രം ഞാൻ എടുത്തതേ ഉള്ളൂ. അപ്പോൾ പാത്രത്തിൻ്റെ അടിഭാഗത്തായിട്ട് ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തതിന് ശേഷം നമ്മുടെ കേക്ക് ബാറ്റർ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഇതിലോട്ട് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുക, പാത്രത്തിൻ്റെ മുകൾ ഭാഗം വരെ ഒരിക്കലും ഒഴിച്ചു കൊടുക്കരുത്. ഏകദേശം ഒരു അരഭാഗത്തേക്കാളും കുറച്ച് കൂടുതൽ കേട്ടോ, ഒരുപാട് അങ്ങോട്ട് കുറഞ്ഞു പോകണ്ട. നമ്മുടെ കേക്കിൻ്റെ ആ ഒരു ബാറ്റർ അങ്ങ് പൊങ്ങി വരാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അരഭാഗത്തേക്കാളും കുറച്ച് കൂടുതൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. എന്തെങ്കിലും എയർ ബബിൾസും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതങ്ങോട്ട് മാറാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി ഇതുപോലുള്ളൊരു ഇഡ്ഡലി ചെമ്പിലാണ് നമ്മൾ ഈ ഒരു കേക്ക് ബേക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ഇഡ്ഡലി ചെമ്പിൽ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതുപോലുള്ളൊരു തട്ട് വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ തട്ടിൻ്റെ മുകളിലോട്ടായിട്ട് നമ്മുടെ കേക്ക് ടിന്ന് ഇറക്കി വെക്കുക. എന്നിട്ട് ഈ ഒരു കേക്ക് ടിന്ന് നന്നായിട്ടൊന്ന് അടച്ച് വെക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ആവിയിൽ വേവിക്കുന്ന കാരണം അതിൽ വെള്ളമൊക്കെ വീണ് കേക്ക് ആകെ മൊത്തം നമ്മുടെ ഫ്ലോപ്പ് ആവും. അതുകൊണ്ട് നന്നായിട്ടൊന്ന് കവർ ചെയ്തിട്ട് എന്തെങ്കിലും ഒരു വെയിറ്റ് ഉള്ളത് ഇതിൻ്റെ മുകളിലോട്ടായിട്ട് അങ്ങോട്ട് എടുത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കേക്ക് പെട്ടെന്ന് അങ്ങോട്ട് ബേക്കായി കിട്ടും. ഇനി ഈ ഒരു ഇഡ്ഡലി ചെമ്പ് നന്നായിട്ട് അടച്ച് വെച്ച് ഏറ്റവും ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചോളൂ. കറക്റ്റ് ഒരു 25 മിനിറ്റ് പെട്ടെന്ന് ബേക്കായി കിട്ടും കേട്ടോ. അപ്പോഴതേ നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ആ ഒരു ക്യാരറ്റൊക്കെ ചേർത്തുകൊണ്ട് ഒരു ലൈറ്റ് ആയിട്ടുള്ള ഓറഞ്ച് കളറിലാണ് നമ്മുടെ കേക്ക് ഉണ്ടാവുക. കറക്റ്റ് 20-25 മിനിറ്റ് ആവുന്ന സമയത്ത് എന്തെങ്കിലും ടൂത്ത് പിക്കോ അല്ലാന്നുണ്ടെങ്കിൽ ഈർക്കിലോ എടുത്തിട്ട് ജസ്റ്റ് നടുഭാഗത്ത് ഒന്ന് കുത്തി നോക്കുക. അത് ക്ലിയർ ആയിട്ട് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ കേക്ക് ബേക്ക് ആയിട്ടുണ്ടെന്നാണ് കേട്ടോ അർത്ഥം. അപ്പോൾ ബാക്കിയുള്ള മാവ് ഇതുപോലുള്ളൊരു കുഞ്ഞു പാത്രത്തിലും പിന്നെ ഒരു ഗ്ലാസ്സിലും കൂടി ഞാൻ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ബേക്ക് ആയിട്ടുണ്ട്. അത് നന്നായിട്ട് നല്ല സോഫ്റ്റായിട്ട് നല്ല പൊങ്ങിയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഈ ഒരു കേക്കിൻ്റെ ചൂട് കംപ്ലീറ്റ് ആയിട്ട് ഒന്ന് മാറിയെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഇതുപോലുള്ളൊരു കത്തി വെച്ചിട്ട് ജസ്റ്റ് ഈ ഒരു കേക്ക് നമുക്ക് ഈ ഒരു പ്ലേറ്റിൽ നിന്നും അതേപോലെ ഈ ഒരു ഗ്ലാസ്സിൽ നിന്നൊക്കെ പതുക്കെ ഒന്ന് മാറ്റി കൊടുക്കാം. അപ്പോൾ ചൂട് കംപ്ലീറ്റ് ആയിട്ട് മാറാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ചൂടോട് കൂടി നമ്മൾ മാറ്റാൻ നിന്ന് കഴിഞ്ഞാൽ ആ ഒരു കേക്ക് ആ ഒരു ഗ്ലാസ്സിലിരുന്നും അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു പ്ലേറ്റിലിരുന്നും പൊടിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് മാറിയതിന് ശേഷം ഇതുപോലെ നമുക്ക് അങ്ങോട്ട് മാറ്റി കൊടുക്കാം. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ് കേട്ടോ. നമ്മൾ കൈ വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ തന്നെ അതങ്ങോട്ട് എന്താ പറയുക, നല്ല അത്രയും സോഫ്റ്റാണ് നമ്മുടെ കേക്ക് എന്ന് പറയുന്നത്. പിന്നെ ആ ഒരു മുട്ടയുടെ സ്മെല്ലൊന്നും ഒട്ടും ഉണ്ടായിരുന്നില്ല. നമ്മൾ നാരങ്ങയുടെ തൊലിയും അതേപോലെ എന്താ പറയുക നമ്മുടെ വാനില എസൻസും ഒക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് മുട്ടയുടെ സ്മെല്ലൊന്നും ഒട്ടും ഉണ്ടായിരുന്നില്ല കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാൻ വേണ്ടിയിട്ട്. കഴിക്കുന്നതിൻ്റെ ഇടയിൽ ആ ഒരു ക്യാരറ്റൊക്കെ കഴിക്കാൻ കിട്ടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. പ്രത്യേകിച്ച് നമ്മുടെ കുട്ടികൾക്കൊക്കെ തീർച്ചയായും ഇഷ്ടപ്പെടുന്ന നല്ലൊരു കേക്കിൻ്റെ റെസിപ്പിയാണ്. പിന്നെ നാരങ്ങയുടെ അതായത് ചെറുനാരങ്ങയുടെ തൊലിക്ക് പകരം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഓറഞ്ചിൻ്റെ തൊലി ഉപയോഗിക്കാം കേട്ടോ. പക്ഷെ രണ്ടും പീൽ ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചേക്കാം, ഒരുപാട് ഉള്ളിലോട്ടുള്ള തൊലിയെ എടുക്കരുത് കേട്ടോ. പുറമേ നിന്ന് ജസ്റ്റ് ഒന്ന് ചീകി എടുത്താലും മാത്രം മതി. ഒരുപാട് ഉള്ളിലോട്ടുള്ള തൊലി എടുക്കുന്ന സമയത്ത് നമ്മുടെ ആ ഒരു കയ്പ്പ് ടേസ്റ്റ് വരും. അതുകൊണ്ട് അതൊന്ന് പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ചേക്കണേ. അപ്പോൾ ഇത് ചൂടൊക്കെ കംപ്ലീറ്റ് ആയിട്ടൊന്ന് മാറി തോന്നിക്കഴിഞ്ഞാൽ ഇതുപോലെ നമുക്കൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം. പിന്നെ നമ്മളിത് കഴിക്കുന്ന സമയത്ത് ഓവൻ ഇല്ലാതെയാണ് ഈ ഒരു കേക്ക് ഇത് റെഡിയാക്കുന്നത് ഒരിക്കലും പറയില്ല കേട്ടോ. അത്ര ടേസ്റ്റ് ആയിരുന്നു കഴിക്കാൻ വേണ്ടിയിട്ട്. ഇടയ്ക്കിടയ്ക്ക് ആ ഒരു ക്യാരറ്റിൻ്റെ പീസൊക്കെ കഴിക്കാൻ കിട്ടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾ ബേക്കറികളിൽ നിന്നും വാങ്ങിക്കാൻ കിട്ടുന്ന ക്യാരറ്റ് കേക്കിൻ്റെ അതേ ഒരു ടേസ്റ്റ് തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കറക്റ്റ് മെത്തേഡിൽ കറക്റ്റായിട്ടൊന്ന് ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ടുള്ള മെത്തേഡിലാണ് നമ്മൾ ഈ ഒരു കേക്ക് റെഡിയാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ എന്താ ചെയ്യേണ്ട, വീഡിയോ ലൈക്ക്
ലൈക്ക് ചെയ്യാതെ പോകരുത് കേട്ടോ. അതേപോലെ ചാനലിലെ വീഡിയോസൊക്കെ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുകയാണെന്നുണ്ടെങ്കിൽ കണ്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. തുടർന്ന് വരുന്ന എല്ലാ വീഡിയോകളും കാണുക കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കൺ കൂടി ഇനാബിൾ ചെയ്ത് ഓൾ തന്നെ ക്ലിക്ക് ചെയ്യുക. അപ്പോഴേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് മിസ് ചെയ്യാതെ വരുള്ളൂ. പിന്നെ ഈ ഒരു കേക്കിൻ്റെ റെസിപ്പി ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ നല്ല കമൻറ്റുകൾ നിങ്ങൾ ഈ ഒരു വീഡിയോൻ്റെ താഴെ കമൻറ്റായിട്ട് ഇടുക. അപ്പോഴേ എനിക്കറിയാൻ പറ്റും നിങ്ങൾക്ക് ആ ഒരു കേക്കിൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നൊക്കെ. അപ്പോൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ പിന്നെ പറ്റുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഫേസ്ബുക്ക് പേജും ഇൻസ്റ്റാഗ്രാമും എല്ലാം ഒന്ന് ഫോളോ ചെയ്യുക. എല്ലാത്തിൻ്റെയും ID താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുക്കാം കേട്ടോ. അപ്പോൾ നാളെ ഒരു നല്ല വീഡിയോ ആയിട്ട് കാണും വരെ താങ്ക് യു ഫോർ വാച്ചിങ് സിംനാസ് ഫുഡ് വേൾഡ്. ബൈ.